ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ഷോപ്പിലെ സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം. സെയിൽസ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 3 സൂചകങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിനെക്കുറിച്ചാണ്. അത് വർദ്ധിപ്പിച്ചാൽ നമ്മുടെ സെയിൽസും ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 കാര്യങ്ങളാണ്. നമ്പർ 1 ഫുട്ഫോൾ, നമ്പർ 2 ഫ്ലോർ വാല്യൂ, നമ്പർ 3 ബാസ്ക്കറ്റ് വാല്യൂ. അപ്പോൾ ഇത് എന്താണ് എന്നും ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നിങ്ങൾക്കറിയണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഓക്കെ, കമോൺ. നമ്പർ 1 ഫുട്ഫോൾ. ഇതെന്താണെന്നറിയോ? ഒരു ദിവസം നമ്മുടെ ഷോപ്പിൽ എത്ര കസ്റ്റമർ വരുന്നു, ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഫുട്ഫോൾ. ഇത് വർദ്ധിപ്പിച്ചാൽ നമ്മുടെ സെയിൽസ് ഓട്ടോമാറ്റിക്കായി വർദ്ധിപ്പിക്കും. ഇനി ഇത് എങ്ങനെ വർദ്ധിപ്പിക്കും? കൂടുതൽ കസ്റ്റമർ നമ്മൾ കടയിലേക്ക് എങ്ങനെ എത്തിക്കും? അതിനും 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾ ഓഫർ കൊടുക്കുക, വീക്കെൻഡ് ഓഫർ, അതുപോലെ തന്നെ എൻഡ് ഓഫ് മന്ത് ഓഫർ, അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകാരവും നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമറുടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ പരസ്യം ചെയ്യുക. കൂടുതൽ പരസ്യം ചെയ്യുമ്പോൾ ആ പരസ്യം കണ്ടിട്ടും കൂടുതൽ ആളുകൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഫുട്ഫോൾ വർദ്ധിപ്പിക്കുക എന്നത് സെയിൽസിലെ വർധനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ സൂചകമായ ഫ്ലോർ വാല്യൂ. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ മൊത്തം ഏരിയ എടുത്തിട്ട് ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്, ഏത് ഏരിയയിലാണ് സെയിൽസ് നടക്കാത്തതെന്ന് കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ഷോപ്പിന്റെ മൊത്തം ഭാഗവും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ? കസ്റ്റമർ കൂടുതൽ നേരം നല്ല രീതിയിലൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചാൽ കസ്റ്റമർ കൂടുതൽ നേരം നമ്മുടെ ഷോപ്പിൽ ചിലവഴിക്കും. കൂടുതൽ നേരം ചിലവഴിച്ചാൽ കൂടുതൽ സാധനങ്ങൾ അവരെടുക്കും. അങ്ങനെ കൂടുതൽ സെയിൽസ് നടക്കും. അപ്പം ഇത് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? വർദ്ധിപ്പിക്കാൻ നല്ല ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറണം. ഇത് രണ്ടും കൊണ്ടും എന്ത് ചെയ്യുക? ഈ ഫ്ലോർ വാല്യൂ വർദ്ധിപ്പിക്കാം. പിന്നെ മൂന്നാമത്തേതാണ് ബാസ്ക്കറ്റ് വാല്യൂ. ഇതെന്താണ്? കസ്റ്റമറുടെ ബില്ല് കൂട്ടുക. അതായത് കസ്റ്റമർ ഇപ്പോൾ 100 റിയാലിന്റെ സാധനം വാങ്ങുന്നിടത്ത് ഒരു 200 റിയാലിന്റെ സാധനമാക്കി വർദ്ധിപ്പിക്കാം. ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം? നമുക്ക് ഒരു കസ്റ്റമറോട് നല്ല രീതിയിൽ സംസാരിച്ച് വർദ്ധിപ്പിക്കാം. അതായത് ഒരാൾ 1/2 ലിറ്ററുടെ വെളിച്ചെണ്ണ, കൊക്കനട്ട് ഓയിൽ വാങ്ങാവുന്നവരോട് നിങ്ങൾ 1 ലിറ്ററിന്റെ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്തായി? അവർക്ക് അത് തോന്നിക്കൊണ്ട് 1 ലിറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ബില്ല് കൂടും. അതുപോലെ തന്നെ സോപ്പ് വാങ്ങാൻ വന്നവനെ ആളൊക്കെ കൊണ്ട് ഷാമ്പൂ കൊണ്ട് വാങ്ങിപ്പിക്കാം. അപ്പോഴും ബില്ല് കൂടും. അങ്ങനെ കസ്റ്റമറുടെ ബില്ല് ഉയർത്തുക. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതന്നെയാണ് ഇതിന്റെ അപ്പ് സെല്ലിങ്, ക്രോസ് സെല്ലിങ് എന്നാണ് ഇതിന് പറയുക. ഒന്ന് അപ്പ് സെല്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 1/2 ലിറ്ററിന്റെ വെളിച്ചെണ്ണക്ക് വന്നവനോട് 1 ലിറ്റർ വാങ്ങിക്കാൻ എന്താന്ന് അവരോട് ചോദിച്ചിട്ട് അവരെ വാങ്ങിപ്പിക്കാം. നിർബന്ധിപ്പിക്കാൻ പാടില്ല, അവരെ കൊണ്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ക്രോസ് സെല്ലിങ് എന്ന് പറഞ്ഞ കോംബോ, സോപ്പ് വാങ്ങാൻ വന്നവനോട് ഷാമ്പുവും വാങ്ങിപ്പിക്കാൻ ശ്രമം നടത്തുക. പിന്നെ അതിൽ പെട്ടതാണ് ക്യാഷറിന്റെ അടുത്തൊക്കെ ഈ നല്ല ചോക്ലേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചുകൊണ്ട് അതും കൂടി അവരെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കാം. അപ്പം ഇങ്ങനെയാണ് ബാസ്ക്കറ്റ് വാല്യൂ വർദ്ധിപ്പിക്കുക. അപ്പം ഈ 3 കാര്യങ്ങളും വർദ്ധിപ്പിച്ചാൽ നമ്മുടെ സെയിലും ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും. അപ്പോൾ ഓക്കെ, ബൈ.